എല്ലാവർക്കും ഗുഡ്വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആയിരുന്നു. അതിൻ്റെ മെത്തേഡ്സ് ഓഫ് റിഡംഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ാമത്തെ മെത്തേഡിലേക്ക് നമ്മൾ പോവുകയാണ്. റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നമ്മുടെ ഓൺ ഡിബഞ്ചർ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, അതിലൂടെ റിഡംഷൻ ചെയ്യുക എന്നുള്ളതാണ് 5ാമത്തെ മെത്തേഡിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കമ്പനിക്ക് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ആർട്ടിക്കിൾസിൽ നമ്മൾ ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം. വെൻ എ കമ്പനി പർച്ചേസ് ഓൺ ഡിബഞ്ചേഴ്സ് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് ദ ഓൾ ഡിബഞ്ചേഴ്സ് ആർ വിഡ്ഡ്രോൺ ഓർ ടേക്കൺ ബാക്ക് ഫ്രം ദ ഡിബഞ്ചർ ഹോൾഡർ. അതായത് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിബഞ്ചർ ഹോൾഡർ കയ്യിൽ നിന്നും നമ്മൾ ഡിബഞ്ചർ എന്ത് ചെയ്യാണ്, ഓൾറെഡി ഡിബഞ്ചർ എന്ത് ചെയ്യുക, പിൻവലിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് മേടിക്കുക. അതിനെയാണ് നമ്മൾ റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുക. ഇത് നമ്മൾ റിഡംഷൻ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ റീബാക്ക് ചെയ്യും, നമ്മൾ തിരിച്ച് മേടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഐദർ അറ്റ് പാർ, അതിൻ്റെ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂയിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ റിഡംഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് മേ ബി പെയ്ഡ് ഫ്രം സിങ്കിങ് ഫണ്ട് ഓർ ബട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇങ്ങനെ നമുക്ക് ഡിബഞ്ചർ, ഓൺ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ സിങ്കിങ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ നമ്മുടെ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം. ഈ മെത്തേഡ് കൊണ്ട്, അതായത് ഈ മെത്തേഡ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സർക്കംസ്റ്റൻസസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നമ്മുടെ ഡിബഞ്ചർ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓപ്പൺ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നമുക്കിപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിബഞ്ചർ ഹോൾഡറിന് നമ്മളിപ്പോൾ ഡിബഞ്ചർ ഹോൾഡർ കയ്യിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡറിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റെഗുലറായിട്ടൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ലേ. ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കുറവാണ് ഇപ്പോൾ മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. ആ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിബഞ്ചർ മേടിക്കുകയാണ്, തിരിച്ച് മേടിക്കുകയാണ്. അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇനി അയാൾക്ക് ഡിവിഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഒന്നാമത്തെ സർക്കംസ്റ്റൻസസ്. രണ്ടാമത്തെ സർക്കംസ്റ്റൻസസ് പറയുന്നത് വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ ഫോൾസ് ബിലോ ദ ഫേസ് വാല്യൂ ഓർ റിഡംഷൻ പ്രൈസ്. അതായത് റിഡംഷൻ പ്രൈസിനേക്കാൾ കുറവോ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ കുറവാണ് ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ പ്രൈസെങ്കിൽ, മാർക്കറ്റ് പ്രൈസെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാങ്ങണത് നല്ലത്. ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറാണെന്ന് വിചാരിക്കുക. 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ആ ഡിബഞ്ചറിൻ്റെ വില 95 രൂപയുള്ളൂ. അപ്പോൾ നമുക്കത് പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെരി സിമ്പിളായി. കാരണം എന്തുകൊണ്ടാണ്, റിഡംഷൻ ടൈമിൽ നമ്മൾ റിഡംഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഡിബഞ്ചർ വാങ്ങിക്കഴിഞ്ഞല്ലോ, 95 രൂപ നമ്മൾ തിരിച്ച് വാങ്ങി. അപ്പോൾ കമ്പനിക്ക് ലാഭമാണ് അല്ലേ. ഇൻ കേസ് ഇപ്പോൾ പ്രീമിയത്തിലാണ് ഡിബഞ്ചർ ഇഷ്യൂ റിഡംഷൻ ചെയ്യണമെന്ന് വിചാരിക്കും. 100 രൂപയുടെ സാധനം എഗ്രിമെൻ്റ് അനുസരിച്ച് 110 രൂപ കൊടുത്താലാണ് ഡിബഞ്ചർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ നമ്മുടെ ഡിബഞ്ചറിൻ്റെ പ്രൈസ് എന്താണ്, കുറവാണ്, അല്ലെങ്കിൽ റിഡംഷൻ പ്രൈസിനേക്കാൾ കുറവാണ്. 110 നമുക്ക് കൊടുക്കേണ്ടത്, ഇപ്പോൾ 100 രൂപയോ അല്ലെങ്കിൽ 105 രൂപയൊക്കെയാണ് മാർക്കറ്റ് പ്രൈസെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ മാർക്കറ്റിൽ നിന്ന്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യും. അപ്പോഴും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. കാരണം എന്തുകൊണ്ടാണ്, റിഡംഷൻ ടൈമിൽ 110 രൂപ കൊടുക്കേണ്ട ഡിബഞ്ചർ നമ്മൾ 105 രൂപ കൊടുത്തോ 100 രൂപ കൊടുത്ത് നമ്മൾ തിരിച്ച് മേടിക്കുകയാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. അപ്പോഴും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം. മൂന്നാമത്തത് വെൻ സഫീഷ്യൻറ്റ് എമൗണ്ട് ഈസ് അവൈലബിൾ ഇൻ സർപ്ലസ് ഫണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സർപ്ലസ് ഫണ്ടിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള എന്തുണ്ട്, എമൗണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ നമ്മുടെ ഡിബഞ്ചർ വാങ്ങാനായിട്ട് യൂസ് ചെയ്തൂടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും നാളത്തെ അതിനുശേഷമുള്ള ബാക്കിയുള്ള പീരീഡിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പോഴും കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം. അത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്ത ഡിബഞ്ചറാണ് നമ്മൾ സാധാരണ ഇങ്ങനെ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ദ കമ്പനി ഗെറ്റ്സ് പ്രോഫിറ്റ് ബിക്കോസ് പർച്ചേസ് ഈസ് മെയ്ഡ് വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ ഈസ് ലോവസ്റ്റ്. അതായത് കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ കുറവാണ്, ഡിബഞ്ചറിൻ്റെ പ്രൈസ് കുറവാണ്. നമ്മൾ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ റിഡംഷൻ ചെയ്തതിനേക്കാൾ കുറവാണ്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് അല്ലേ, 110 രൂപ റിഡംഷൻ ടൈമിൽ കൊടുക്കേണ്ട ഡിബഞ്ചർ 100 രൂപയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുക. മാർക്കറ്റിൽ ഇപ്പോൾ 100 രൂപയുള്ളൂ ആ ഡിബഞ്ചറിന്. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് 10 രൂപ ലാഭമല്ലേ, ഒരു ഷെയറിന് 10 ഒരു ഡിബഞ്ചറിന് 10 രൂപ പ്രോഫിറ്റ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ലോണിൻ്റെ ബേർഡൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓൺ ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിബഞ്ചർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ കുറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ലോൺ എന്തായി, ലോൺ എമൗണ്ട് അവിടെ കുറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഡിബഞ്ചർ പർച്ചേസ് ചെയ്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യണമെന്നില്ല, കുറച്ച് നമ്മൾ പർച്ചേസ് ചെയ്താലും മതി. അപ്പോഴും നമ്മുടെ ലോൺ ബേർഡൻ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് റെഡ്യൂസസ് ഇൻട്രസ്റ്റ് ബേർഡൻ, ഇൻട്രസ്റ്റ് ബേർഡനും കുറയും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ എത്ര ഡിബഞ്ചറാണോ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ നമ്മുടെ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തത് അത്രയും ഡിബഞ്ചറിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡിബഞ്ചർ ഹോൾഡർ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇനിയുള്ള നാളുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതും
കമ്പനിക്ക് എന്താണ് അഡ്വാൻറ്റേജ് ആണ്. അത് ഇറ്റ് അവോയ്ഡ്സ് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ഓർ റിഡംഷൻ. അത് മാത്രമല്ല റിഡംഷൻ ടൈമിൽ ഇപ്പോൾ പ്രീമിയം കൊടുക്കുന്ന ആ ഒരു ഡിബഞ്ചർ ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വാങ്ങിയ ഡിബഞ്ചറിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രീമിയം കൊടുക്കേണ്ട കാര്യമില്ല, അതും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പർപ്പസാണ് ഇതിലൂടെ നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ ഓൺ ഡിബഞ്ചർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് 2 പർപ്പസാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസലേഷൻ സംഭവിക്കുകയാണ്, ഡിബഞ്ചർ ഹോൾഡറും കമ്പനിയും തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻറ്റ് ക്യാൻസലായി പോവുകയാണ്. രണ്ടാമത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഈ ഡിബഞ്ചർ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ 2 രീതിയിലാണ് ഇവിടെ നമുക്ക് ഓൺ ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? ഒന്ന് നമ്മുടെ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിബഞ്ചർ ഹോൾഡറും കമ്പനിയുമായിട്ടുള്ള ആ ഒരു ഇതുണ്ടായിരിക്കില്ല, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരിക്കില്ല ഇത്ര പീരീഡിലേക്ക്. അപ്പോൾ ആ ഒരു സംഭവം എന്തായി പോയി, ക്യാൻസലേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡിബഞ്ചർ വാങ്ങിയിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഡിബഞ്ചർ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോണത്, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോണത്. പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. എ കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ദിസ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് ഡിബഞ്ചർ ലയബിലിറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് പാർ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ക്യാൻസൽ. അതായത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, അവിടെ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ കമ്പനിയുടെ എന്ത് കുറയുന്നു, ലയബിലിറ്റി അല്ലേ, ഡിബഞ്ചർ ലയബിലിറ്റി എന്ന് പറയുന്ന അത്രയും എമൗണ്ട് കമ്പനിക്ക് അത് റിഡക്ഷൻ സംഭവിക്കുകയാണ്, കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡിബഞ്ചേഴ്സ് ആർ ക്യാൻസൽഡ് ഇമ്മീഡിയറ്റ്ലി ജനറലി ദർ മേ ബി പ്രോഫിറ്റ് ടു ദ കമ്പനി അല്ലേ. പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഡിബഞ്ചർ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്താ കിട്ടുക, പ്രോഫിറ്റ് ആയിരിക്കും ചിലപ്പോൾ കമ്പനിക്ക് കിട്ടുക. ദിസ് ഈസ് ബിക്കോസ് ദ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് ലോവർ പ്രൈസ് ദാൻ ദ ഫേസ് വാല്യൂ. അത് ശ്രദ്ധിക്കണം കേട്ടോ, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ കുറവാണ് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിങ്ങിലാണ് കമ്പനിക്ക് എന്ത് കിട്ടുള്ളൂ, കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ബിസൈഡ്സ് ഇഫ് ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ അറ്റ് പ്രീമിയം ദ കമ്പനി നീഡഡ് നോട്ട് പേ ദ റിഡംഷൻ പ്രീമിയം അല്ലേ. അതായത് കമ്പനി റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ, അത് നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് റിഡംഷൻ പ്രീമിയത്തിലാണ്. 100 രൂപയുടെ സാധനം 5 വർഷം കഴിഞ്ഞാൽ 110 രൂപ കൊടുത്താലാണ് നമുക്ക് ആ ഡിബഞ്ചർ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കേസസിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, പ്രീമിയം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതും കമ്പനിക്ക് എന്താണ് ഫേവറബിൾ ആയിട്ട് പോകും, അതും കമ്പനിക്ക് ഗെയിൻ ആണ് വരുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഗെയിൻ ആണ് കിട്ടുന്നത്. ഈ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ബോത്ത് ഗെയിൻ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ്. പ്രോഫിറ്റ് ഓൺ പർച്ചേസ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ റിഡംഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗെയിനൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ 2 രീതിയിൽ ഗെയിൻ കിട്ടാമെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, ഓപ്പൺ മാർക്കറ്റിൽ ഫേസ് വാല്യൂവിനേക്കാൾ കുറവാണ് ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ പ്രൈസ് എങ്കിൽ അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാം. അല്ലെങ്കിലോ റിഡംഷൻ ചെയ്യുന്ന പ്രീമിയത്തിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡിബഞ്ചറിന് ഇനി ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ റിഡംഷൻ നമ്മൾ പ്രീമിയത്തിൽ നടത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയും കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന 2 ഗെയിനുകൾ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ റിഡംഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് അതിൻ്റെ സിറ്റുവേഷൻ വരുന്നത്. നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രീസ് നോക്കാം. ക്യാൻസൽ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് പാർ ഓർ അറ്റ് നോമിനൽ വാല്യൂ. അപ്പോൾ റിഡംഷൻ ചെയ്യുന്നത് പാറിലാണ് കേട്ടോ. റിഡംഷൻ ചെയ്യുന്ന നമ്മൾ എഗ്രിമെൻ്റ് അനുസരിച്ച് റിഡംഷൻ ചെയ്യുന്ന പാറിലായിട്ടുള്ള ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എന്തിൽ തന്നെയാണ്, പാറിലിങ്ങനെ 100 രൂപയുടെ സാധനം 100 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നു. അത് റിഡംഷൻ ചെയ്യുന്നത് 100 രൂപയുടെ സാധനമാണ്. അതായത് റിഡംഷൻ ചെയ്തത് പാറിലാണ്. അതായത് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ആ ഡിബഞ്ചർ ഹോൾഡറുടെ കയ്യിൽ നിന്നും വാങ്ങണമെങ്കിൽ നമ്മൾ 100 രൂപയുടെ സാധനം 100 രൂപ തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് 100 രൂപയ്ക്കാണ്. അപ്പോൾ അതിന് എൻട്രിയാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ശ്രദ്ധിക്കുക, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അവിടെ ഒരു നോട്ട് പറയുന്നുണ്ട്, ദ കമ്പനി മസ്റ്റ് എൻഷുവർ ദാറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് DRR ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 20. ഇവിടെ നമ്മൾ മറ്റൊടുത്ത ആ കാര്യങ്ങൾ ഇവിടെയും ബാധകമാണ്. അതായത് മൊത്തം ഫേസ് വാല്യൂ ഡിബഞ്ചേഴ്സിൻ്റെ 25% നമ്മൾ എവിടേക്ക് മാറ്റണം, DRRലേക്ക് മാറ്റണം. അതിൻ്റെ 15% ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവിടെയും ബാധകം തന്നെയാണ് കേട്ടോ. ആ എൻട്രീസ് ഒന്നും മറന്നു പോരുത്, ഇവിടെ നമ്മളത് അപ്ലൈ ചെയ്യണം. അത് രണ്ടാമത്തെ സിറ്റുവേഷനാണ് വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് പാർ പക്ഷേ റിഡംഷൻ അറ്റ് പ്രീമിയം. അതായത് ഇപ്പോൾ 5 വർഷത്തെ ഡിബഞ്ചറാണെന്ന് വിചാരിക്കുക. നമ്മൾ എഗ്രിമെൻ്റ് അനുസരിച്ച് പറഞ്ഞേക്കണം 5 വർഷം കഴിഞ്ഞിട്ട് ആ ഡിബഞ്ചർ തിരിച്ച് മേടിക്കണമെങ്കിൽ നമ്മൾ പ്രീമിയത്തിൽ, അതായത് പ്രീമിയത്തിൽ നമ്മൾ എമൗണ്ട് കൊടുത്താലാണ് റിഡംഷൻ ചെയ്യാൻ പറ്റുക. 100 രൂപയുടെ സാധനം ചിലപ്പോൾ 110 രൂപ കൊടുത്താലാണ് നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റിഡംഷൻ ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് എത്ര രൂപയ്ക്ക്, അറ്റ് പാറിലാണ്. 100 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് തന്നെയാണ് വാങ്ങണേ. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് അല്ലേ. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ ഏത് ജേണൽ എൻട്രി ചെയ്തേണ്ടത്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. കണ്ടോ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുകളിൽ അല്ലേ. എന്നാൽ ഇതിപ്പോൾ കമ്പനിക്ക് ഇങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ
കിട്ടിയ സംഭവം നമ്മൾ അവസാനം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് എൻട്രിയാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ 2 സിറ്റുവേഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് സിറ്റുവേഷൻ പിന്നെ വേറെ ഒന്നുമില്ല, അതായത് പാറിൽ റിഡംഷൻ ചെയ്യേണ്ട സാധനം ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പാറിൽ തന്നെയാണ്. അപ്പോൾ വെരി സിമ്പിൾ ഒരു എൻട്രി ഉള്ളൂ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ആ ഒരു കേസ് എപ്പോഴും വരാറൊന്നുമില്ല എക്സാമിന്. രണ്ടാമത്തെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, പക്ഷേ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങുന്നതും എന്തിലാണ്? പാറിലാണ്, പ്രീമിയത്തിലല്ല പാറിലാണ്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് 100 രൂപയുടെ സാധനം 5 വർഷം കഴിഞ്ഞ് 110 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഡിബഞ്ചർ തിരിച്ച് മേടിക്കുന്ന ഡിബഞ്ചർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയുള്ളൂ? 100 ഉള്ളൂ. അപ്പോൾ കമ്പനിക്ക് അത് വാങ്ങിക്കൂടെ? കമ്പനിക്ക് വാങ്ങുമ്പോൾ 10 രൂപ എന്ന് പറയുന്ന ഒരു ഡിബഞ്ചറിന് എന്ത് കിട്ടുന്നതാണ്? പ്രോഫിറ്റ് കിട്ടുന്നതാണ് അല്ലേ? അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ് ലിമിറ്റഡ് had issued 50,000 debentures of rupees 100 each at a par, redeemable at rupees at a 20% premium. അപ്പോൾ ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് എന്തിലാണ്? പാറിലാണ്. പക്ഷേ റിഡംഷൻ ചെയ്യേണ്ടത് 20% പ്രീമിയത്തിലാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ ഹോൾഡറിന് ഡിബഞ്ചർ കൊടുത്തത് പാർ വാല്യൂവിലാണ്. പക്ഷേ ഇത്ര നാൾ കഴിയുമ്പോൾ അത് റിഡംഷൻ ചെയ്യേണ്ടത്, അത് തിരിച്ച് മേടിക്കുമ്പോൾ 20% കൂടുതൽ കൊടുക്കണം. അതായത് 120 രൂപ കൊടുത്താലാണ് ഡിബഞ്ചർ തിരിച്ച് കിട്ടുള്ളൂ എന്ന് മനസ്സിലായില്ലേ? ദ കമ്പനി പർച്ചേസ്ഡ് 5,000 ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ അറ്റ് ₹100 ഈച്ച് ജസ്റ്റ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. അതായത് നമുക്കറിയാം എല്ലാ വർഷവും ചിലപ്പോൾ ഈ ഡിബഞ്ചറിന് നമ്മൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? ആ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം, അതായത് ഇപ്പോൾ ഏതെങ്കിലും വർഷത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇയറിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആ കൊടുത്ത ഡിബഞ്ചറില്ലേ, 50,000 ഡിബഞ്ചറെ കൊടുത്തത്, അതിൽ നിന്നും ഒരു 5,000 ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. എത്ര രൂപയ്ക്ക്? 100 റുപ്പീസിന്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് അല്ലേ? കാരണം 5 വർഷം കഴിഞ്ഞാൽ ഡിബഞ്ചർ വാങ്ങണമെങ്കിൽ 120 രൂപ കൊടുത്താലാണ് ഡിബഞ്ചർ തിരിച്ച് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കമ്പനിയുടെ 5,000 ഡിബഞ്ചർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എത്ര രൂപയ്ക്ക് അവൈലബിളാണ്? 100 രൂപയ്ക്ക് അവൈലബിളാണ്. അപ്പോൾ കമ്പനിക്ക് എന്താണ് അവിടെ പ്രോഫിറ്റ് അല്ലേ? 20 രൂപ അവിടെ ലാഭം കിട്ടി. ഒരു ഡിബഞ്ചറിൽ 20 രൂപ ലാഭം കിട്ടിയില്ലേ? അങ്ങനെ 5,000 ഡിബഞ്ചർ 20 രൂപ കിട്ടിയാൽ തന്നെ ലാഭമായില്ലേ അല്ലേ? അപ്പോൾ ഇതൊരു 1,00,000 രൂപയോളം നമുക്ക് എന്ത് കിട്ടി? ലാഭം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എൻട്രി എന്താ വരിക? ഇവിടെ റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണ്. പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് 100 രൂപയ്ക്കല്ലേ? പാറിലല്ലേ? അപ്പോൾ അത് ഏത് കേസാണ്? സെക്കൻഡ് കേസിൽ അല്ലേ? അപ്പോൾ സെക്കൻഡ് കേസിന് എൻട്രി എഴുതാനായിട്ട് ഓടിപ്പോയിട്ട് ആ എൻട്രി എഴുതരുത്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ DRRലേക്ക് പോയ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ്? 15% ഇൻവെസ്റ്റ് ചെയ്ത് എൻട്രി ചെയ്തണ്ടേ? അപ്പോൾ എന്താ വരിക? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അതായത് 5,000 ഡിബഞ്ചേഴ്സിനെ വേണം കാണിക്കാൻ. നമ്മൾ അതിൻ്റെയാണല്ലോ ഇപ്പോൾ ഫുള്ള് കാണിക്കുന്നത്. അപ്പോൾ എൻട്രി എന്താ വരിക? 5,000 × 100. 5,000 × 100 എത്ര വരിക? 5 lakh അല്ലേ? ആ 5 lakh ആണ് ടോട്ടലി എന്ത് വരുന്നത്? 5 lakh ആണ് ടോട്ടലി എന്ത് വരുന്നത്? മൊത്തം എമൗണ്ട് വരുന്നത് അല്ലേ? ആ 5 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? എത്ര പെർസെൻറ്റേജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക? മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 50 lakhs വരും നമുക്ക്. അത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 5,000 × 100 5,000 × 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 lakh കിട്ടും. ആ 5 lakhന് എന്ത് പെർസെൻറ്റേജ് ആണ്? 15% നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം അല്ലേ? അപ്പോൾ 5,000 × 100 ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 15% നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ 5 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 15% എത്രയെന്ന് നോക്കുക. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 75,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി ആയിട്ട് എഴുതുക. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ DRRലേക്ക് മാറ്റില്ലേ? മൊത്തം ഫേസ് വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 25% നമ്മൾ DRRലേക്ക് മാറ്റില്ലേ? അതിൻ്റെ എൻട്രി ചെയ്താൽ നമുക്ക് അല്ലേ? അതായത് എത്ര പെർസെൻറ്റേജ് ആണ്? 25% നമുക്ക് DRRലേക്ക് മാറ്റണം. എവിടെ നിർത്തിയിട്ട് നമ്മൾ മാറ്റുക? ഇയർ എൻഡിങ്ങിൽ നമ്മൾ മാറ്റില്ലേ? എവിടെ നിർത്തിയിട്ട്? പ്രോഫിറ്റ് നിർത്തിയിട്ട് അല്ലേ? നമ്മൾ പ്രോഫിറ്റ് എന്നല്ല ഇതാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു DRR. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു DRR. അത് മൊത്തം ഫേസ് വാല്യൂവിൻ്റെയാണ് കേട്ടോ. അത് മൊത്തം ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണേ? 50,000 ഡിബഞ്ചറിൽ ഇഷ്യൂ ചെയ്തേക്കണത് എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്ക്. അപ്പോൾ 50,000 × 100 എത്ര വരും? 50 lakh അല്ലേ? 50 ലക്ഷം. ആ 50 ലക്ഷത്തിൻ്റെ എത്ര പെർസെൻറ്റേജ്? 25% ആണ് നമ്മൾ DRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12,50,000 കിട്ടും. എത്ര കിട്ടും? 12,50,000. അതാണ് നമ്മൾ DRRലേക്ക് മാറ്റേണ്ട എമൗണ്ട്. ഇനി നമ്മുടെ എന്ത് ചെയ്യുക? നമ്മുടെ കേസിലേക്ക് വരാം. നമ്മുടെ കേസ് എന്താണ്? ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പാറിലാണ്, പക്ഷേ റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പാറിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് പാറാണ്, പക്ഷേ റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണ് അല്ലേ? അപ്പോൾ ഏത് എൻട്രി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ആ എൻട്രിയാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. ആ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ എത്ര വരും? ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മുടെ ഫുൾ എമൗണ്ട് എത്രയാണ്? 5,000 × 100 എത്രയാണ്? 5 lakh അല്ലേ?
ടു ബാങ്കിലും എത്ര തന്നെയാണ് 5 ലാഖാണ്. അതാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. 5 ലാഖല്ലേ നമ്മൾ പേയ്മെൻറ്റ് നടത്തണേ ഓപ്പൺ മാർക്കറ്റിലേക്ക് അല്ലേ. അപ്പോൾ 5 ലാഖ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു. ഇവിടെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രീമിയം അടയ്ക്കണ്ടേ? 5 ലക്ഷം ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 20% അല്ലേ. 20% പ്രീമിയം അടക്കണം അല്ലേ. അപ്പോൾ പ്രീമിയം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാ? 5 ലക്ഷം ഇൻറ്റു 20/100 1 ലക്ഷം രൂപ നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ടി വരും. ഈ 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചറിന് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഡിബഞ്ചർ ഹോൾഡറിന് 1 ലക്ഷം രൂപയും കൂടി കൂടുതൽ കൊടുത്താലാണ് ഡിബഞ്ചർ തിരിച്ചു മേടിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ നമുക്ക് വെറും 5 ലക്ഷം മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൂടെ? അപ്പോൾ 1 ലക്ഷം കമ്പനിക്ക് എന്താണ്? പ്രോഫിറ്റ് അല്ലേ. ആ 1 ലക്ഷം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 1 ലാഖ് എഴുതാനുള്ള കാരണം. ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഫുള്ള് കമ്പനിക്ക് പ്രോഫിറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? ഡ്യൂ ഡേറ്റിൽ നമ്മൾ റിഡീം ചെയ്യേണ്ടത് പ്രീമിയത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ 100 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ആ എമൗണ്ട് ഫുള്ള് കമ്പനിക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് അത് നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് പർച്ചേസ് പറഞ്ഞ് കാണിച്ചു. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിന് എൻ്റെ നമ്മളുള്ളിൽ പറഞ്ഞതാണ് ഈ പ്രോഫിറ്റ് വരികയാണെങ്കിൽ റിഡംഷൻ ടൈമിൽ അടയ്ക്കേണ്ട പൈസ നമുക്ക് മുൻകൂട്ടി പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഈ പൈസ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് എൻട്രിയാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടഡ് ടു ക്യാപിറ്റൽ റിസർവ് 1 ലാഖ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ഒരു ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഫേസ് വാല്യൂ 5,000 × 100 ശരിക്കും പറഞ്ഞാൽ 5 ലാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50 ലാക്സ് അല്ലേ ടോട്ടൽ എമൗണ്ട് വരുന്നത്. ആ 50 ലാക്സിൻ്റെ എത്ര പെർസെൻറ്റേജ്? 25% നമ്മൾ DRRലേക്ക് മാറ്റും. അപ്പോൾ നമുക്ക് 12,50,000 കിട്ടും. അത് DRRലേക്ക് മാറ്റുന്ന എൻട്രി ചെയ്താൽ. പക്ഷേ ഇവിടെ 5,000 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ചിന്തിച്ചാൽ മതി. അപ്പോൾ 5,000 × 100 എന്ന് പറഞ്ഞാൽ 5 ലാഖ് അല്ലേ. അപ്പോൾ 5 ലാഖിന് 25% പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 5 ലാഖിന് 25% എത്രയായിരിക്കും വരിക? 5 ലാഖിന് 25% 1 ലാഖാണ് അല്ലേ. അപ്പോൾ 1 ലാഖ് എന്ന് പറയുന്നതാണ് ശരിക്കും ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിബഞ്ചറിൻ്റെ മാത്രം എമൗണ്ട് വരിക. നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ നമ്മൾ വാങ്ങിയ ഡിബഞ്ചർ എത്രയാണ്? ഇപ്പോൾ വാങ്ങിയ 5 ലക്ഷം രൂപ ഡിബഞ്ചർ അല്ലേ. അപ്പോൾ നമ്മൾ ഈ വാങ്ങിയ ക്യാൻസലേഷൻ ചെയ്ത ഈ ഡിബഞ്ചർ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൂടെ? അതിൻ്റെ എത്ര പെർസെൻറ്റേജ് മാത്രം? 15% മാത്രം. അപ്പോൾ 5,000 × 100 5 ലാഖാണ്. ആ 5 ലാഖിൻ്റെ 15% നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എൻട്രി ചെയ്താൽ കേട്ടോ. അത് മറന്നു പോരുത്. അത് നിങ്ങൾ ആദ്യം എഴുതുക. പിന്നെ നമ്മൾ സാധാരണ എഴുതുക രണ്ടാമത്തെ എൻട്രി DRRലേക്ക് പോകുന്ന എൻട്രി മൊത്തം ഫേസ് വാല്യൂ 25%. മൂന്നാമത്തെ നമ്മുടെ കേസിൻ്റെ എൻട്രി. നാലാമത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രീമിയത്തിൻ്റെ കേസ് കഴിഞ്ഞു. അടുത്ത ഡിസ്കൗണ്ടിൻ്റെ കേസാണ്. അതായത് ഡിസ്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാണ്. എവിടെ നിന്ന്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. മനസ്സിലായില്ലേ? റിഡംഷൻ ചെയ്യേണ്ടത് പാറിലാണ്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ഡിസ്കൗണ്ടിലാണ്. അപ്പോഴും കമ്പനിക്ക് എന്ത് തന്നെയാണ്? അപ്പോഴും കമ്പനിക്ക് പ്രോഫിറ്റ് തന്നെയാണ് വരിക. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്ക് 100 രൂപയുടെ സാധനം ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ 100 രൂപ തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ 95 രൂപ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് തന്നെയല്ലേ. അപ്പോഴും കമ്പനിക്ക് പ്രോഫിറ്റ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ 5 രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിസ്കൗണ്ടിലാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക ഡിബഞ്ചർ. റിഡംഷൻ ടൈമിൽ അത് പ്രീമിയത്തിലാണ്, റിഡംഷൻ ടൈമിൽ അത് പാറിലാണ് എന്ത് ചെയ്യേണ്ടത്? റിഡീം ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. എങ്ങനെ? മാർക്കറ്റിൽ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടിൽ കിട്ടുന്ന നല്ലതല്ലേ? 100 രൂപയുടെ സാധനം 95 രൂപയ്ക്ക് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ ആ ഡിബഞ്ചർ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണതല്ലേ ഏറ്റവും നല്ലതും. അപ്പോൾ കമ്പനിക്ക് അപ്പോഴും പ്രോഫിറ്റ് ആണല്ലേ. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? നമുക്ക് നോക്കാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് റിഡംഷൻ. അപ്പോൾ ആ 5 രൂപയില്ലേ, അതായത് 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത സാധനം റിഡംഷൻ ടൈമിൽ 100 രൂപ കൊടുത്താലും തിരിച്ചു കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ 95 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 5 രൂപ ലാഭമല്ലേ? 5 രൂപയുടെ ലാഭമല്ലേ? ആ പ്രോഫിറ്റ് എവിടേക്ക് പോകും? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് പോകും. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് പോകും. ആ പ്രോഫിറ്റ് പിന്നീട് എവിടേക്ക് പോകും? ക്യാപിറ്റൽ റിസർവിലേക്ക് പോകും. വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ച വളരെ സിമ്പിളാണ്. പ്രീമിയത്തിൽ എന്ത് വരും? റിഡംഷൻ ടൈമിലേക്ക് പോകുന്ന പ്രീമിയം കമ്പനിക്ക് എന്താണ്? പാറിൽ വാങ്ങിക്കഴിയുമ്പോൾ കമ്പനിക്ക് പ്രീമിയം എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ഡിസ്കൗണ്ട് എന്തായിരിക്കും? കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഇത്രയാണ് ഈ കേസ് വരുന്നത്. മൂന്നാമത്തെ കേസ് ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കേസിൻ്റെ പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും ഈ അടുത്ത മെത്തേഡിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.